എടാ അവള് കാളിയന്തലക്കിഴക്കയിലെയാ കറുത്തച്ഛൻ മുട്ടുന്നവര് എന്ന് വെച്ച സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും, ഒക്കത്തില് സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളില് ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള്. പ്രേതങ്ങളിലും ആത്മാക്കളിലും വിശ്വാസമില്ലാത്ത ഒരാൾ ഇതൊന്നും സത്യമല്ലെന്ന് തെളിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? അതിനുള്ള ഉത്തരമാണ് കറുത്തച്ഛൻ എന്ന നോവലിലൂടെ SK ഹരിനാഥ് സാർ പറയുന്നത്. തീർത്തും തന്റേതായ ഭാവനയിലൂടെ അത്ര മനോഹരമായാണ് അദ്ദേഹം കറുത്തച്ഛൻ എന്ന ഹൊറർ നോവൽ എഴുതിയിരിക്കുന്നത്. കോഡക്സ് ഗിഗാസിന് ശേഷം എന്നെ ഇത്രയധികം എൻഗേജ് ചെയ്യിപ്പിച്ച മറ്റൊരു ഹൊറർ നോവൽ ഇല്ലെന്ന് തന്നെ നിസ്സംശയം പറയാം. ധൈര്യശാലിയായിരുന്നു അയറിൻ. ഒരു ദിവസം ആത്മാക്കളുടെ അസ്തിത്വം നിരാകരിക്കാനുള്ള വെല്ലുവിളി അയറിന് സ്വീകരിക്കേണ്ടി വരുന്നു. അതിനവൾ തെരഞ്ഞെടുത്ത സ്ഥലമോ അധികമാർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത പുളുവൻ മലയിലെ കറുത്തച്ഛൻ മേടും. ആ വെല്ലുവിളി അവളുടെ ജീവിതത്തെ മാത്രമല്ല മറ്റു പലരുടെയും ജീവനും ജീവിതത്തിനും വെല്ലുവിളിയായി മാറി. കറുത്തച്ഛൻ മേട്ടിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ അയറിൻ നേരിടുന്ന പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ട്. നോവലിലെ ആ ഭാഗം വായിച്ചപ്പോഴാണ് അവളോടൊപ്പം ഞാനും കറുത്തച്ഛൻ മേട്ടിൽ ഉണ്ടായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് വരുന്ന ഓരോ ഹോണ്ടഡ് എലമെന്റ്സും നമ്മുടെ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന് പേടിപ്പെടുത്താൻ SK ഹരിനാഥ് സാറിന്റെ അക്ഷരങ്ങൾക്കായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ കഴിവിനെ വാക്കുകൾ കൊണ്ട് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. മികച്ച ഹൊറർ നോവലുകളുടെ കൂട്ടത്തിൽ ഇനിയങ്ങോട്ട് ഏറ്റവും മുൻപന്തിയിൽ തന്നെ കാണും ഈ കറുത്തച്ഛന്.